anxiety കൂടുന്നു. What is anxiety? Anxiety is a feeling where you feel anxiety. എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? Moisturize. ഓക്കെ. എന്തിനാ മോയ്സ്ചറൈസർ ഇടുന്നത്? സ്കിൻ ഹൈഡ്രേറ്റ് ആവാൻ. ഓക്കെ. വ്യൂസിന് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? പറ്റുപോയി ഇല്ലാത്തോണ്ട്. ഗ്രേറ്റ്. അതെന്താണ്, മസാജിങ് ആണോ? അപ്ലൈ ചെയ്യും. കഴിഞ്ഞു. അടുത്തത് സൺസ്ക്രീൻ. ഓക്കെ ഓക്കെ. അതെന്താ? 2 finger റൂൾ. എന്ന് പറഞ്ഞ 2 fingers ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ. എത്ര വയസ്സാണ് താങ്കൾക്ക്? 13. 30? 13. ഓക്കെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7th. ഗ്രേറ്റ്. ഓക്കെ ഗൈസ്, അതും കഴിഞ്ഞു. വാവ്. ഇനി അടുത്ത ലിപ് ബാം ഇടാം. വാവ്. ഓക്കെ. I got this from Miniso. വാവ്. കുറച്ച് ടിൻറ്റഡ് ആണ്. ഓ ഓ. ടിൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? കളർ കുറച്ച്, ഇപ്പം പിങ്ക് ആണെങ്കിൽ കുറച്ച് പിങ്ക് കളർ ടിൻറ്റ് ഉണ്ടാവും. ഓ ഗ്രേറ്റ്. That's it guys. ഈ രണ്ട് ജെൻസി വാക്കുകളോട് കൂടി ഈ ബ്ലോഗ് അവസാനിക്കുന്നതാണ്. Hope you all have a great evening ahead. Oh yeah. I am gonna slay this evening too. Bye. Bro. Slay. Ugh. വാവ്. ഹെയർ കോംബ് നന്നായിട്ടുണ്ട്. എവിടെ മിനിസോ ആണോ? അല്ല, ഇത് ചിതലരിഞ്ഞ ഹെയർ കോമ്പുകൾ. ഓക്കെ. എങ്ങനെ ഊരില് നോക്ക്. ട്രൈ മാഡം. വാവ്. ഹെയറൊക്കെ ആരാ ടൈ ചെയ്ത് തന്നെ? സ്വന്തം. ഓ സ്ലേ. താങ്ക്സ്. ഈ സ്ഥലം ഓർമ്മയുണ്ട? ഏത് കുളം? അല്ലല്ലോ, നമ്മളത് കുളിക്കാൻ പോകുന്ന കുളമാണ്. അതാ ശരിക്കും ഇത്രയും മാറി. കുടിക്കാം. ഓ തുടങ്ങി അഡ്വഞ്ചറസ്.
അധികം അങ്ങ് പോകണ്ട. മീനുണ്ടോ? ഹായ്, will you marry me? Yes, of course. ഓക്കെ ബൈ. ഇനി ആ പുഴയിലേക്ക് ചാടിക്കോ. ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാ മുന്നേ? ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാ മുന്നേ? മുന്നേ ഓ മുടിക്ക് വെച്ചു. നോക്കട്ടെ, അത് എസ്തെറ്റിക് ആയി കേട്ടോ. ക്യൂട്ടായി ക്യൂട്ടായി. വീണാന്താ നീന്താൻ അറിയില്ലേ? കല്ലാണ് പോയി അടിച്ചു. നോക്കാം, ബാലൻസ് വേണം. വലിയ സ്പോർട്സ്മാൻ അല്ലേ? കമോൺ, യു ക്യാൻ. മെല്ലെ മെല്ലെ ബാലൻസ് ചെയ്തു, മൈ ബോസ് പോലെ. എവിടെയാ പോന്ന്? തിരിച്ചു പോണ്ടേ? അതാ നമ്മുടെ നായിക തിരിച്ചു പോകുന്നു അതേ സ്പിരിറ്റിൽ. ബാലൻസ് ചെയ്യൂ. അതെന്തിപ്പോ കാണിച്ചേ? അയ്യോ, വരൂ നമുക്ക് കുറച്ച് എന്താ പറയുക, റിലവൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാം. അവിടെ ഇരുന്നോളൂ. ഓക്കെ, ജെൻസി വാക്കുകളെ കൊണ്ട് നമുക്ക് സംസാരിക്കാം. അഭിനയിക്കൊന്നും വേണ്ട, ഉള്ളവരെ അങ്ങ് പറ. എന്നാ കുറച്ച് ജെൻസി വാക്കുകൾ പഠിപ്പിച്ചതാ. ജെൻസി വാക്കുകൾ ഇപ്പം ഏറ്റവും കോമൺ ആയുള്ള സ്ലേ ഉണ്ട്, പിന്നെ ക്യാപ്പ് വിച്ച് മീൻസ് ലൈ. ലൈക്ക് എനിക്ക് ഒരു 10,000 ലാംബോർഗിനി ഒക്കെ ഉണ്ടെന്ന് പറയുമ്പം നമ്മൾ പറയും നോ ബ്രോ ദാറ്റ്സ് ക്യാപ്പ്. പിന്നെ പറഞ്ഞാൽ ലൈക്ക് യാ ഷോർ എന്നുള്ള മീനിങ്. Wrist. Oh, you got the wrist, bro. Yeah, you got the wrist, bro. Trying to wrist her up. പിന്നെ സ്കിബിഡി ഒക്കെ ജെൻസി അല്ല, ജെൻ ആൽഫ. ഓ, ഇനി ഈ ജെൻസി കൂടാണ്ട് ഇനി ജെൻസ്, അത് ആൽഫ എന്നാ? അതും മറ്റേ ആൽഫ മെയിൽ ആൽഫ ഫീമെയിൽ അതാണോ? അയ്യോ അതല്ല അത് വേറെ. അത് അതിനെ കുറിച്ച് സംസാരിക്കണ്ട. അത് ഇതിങ്ങനെ ഓരോ ജനറേഷൻ നിങ്ങൾ ഇപ്പളേ ഉണ്ടാക്കി വെച്ച്. ഇതിപ്പം കൊറേ ജെൻ ആൽഫ പിള്ളേരുണ്ട്. ഈ സ്കിബിഡി ടോയ്ലറ്റ്സ് അതൊക്കെ ഇവർക്ക് അറിയുള്ളൂ. ഈ ജെൻ ആൽഫ എന്ന് പറഞ്ഞാല് ഐപാഡ് കിഡ്സ് എന്ന് പറഞ്ഞാല് ഈ ഐപാഡിന്ന് കണ്ണെടുക്കാത്ത പിള്ളേര്. അപ്പൊ താങ്കൾ ഏത് ജനറേഷനാ? ഞാൻ ജെൻസി. അപ്പൊ നിങ്ങൾ ഏതിൽ നിന്നാ കണ്ണെടുക്കാത്തത്? മൊബൈൽ. അത് വേറെ. ഈ ജെൻസി ആൽഫക്കാര് ഐപാഡ് മാത്രമേ യൂസ് ചെയ്യൂ. അപ്പൊ യെസ്, അവര് ഐപാഡ് മാത്രം. ലൈക്ക് റിച്ച് പീപ്പിൾ, റിച്ച് കിഡ്സ്. യെസ്. ഇപ്പം പാരന്റ്സിന്റെ അടുത്ത് ആർഗ്യുമെന്റ് ചെയ്താ പിന്നെ അവര് മിണ്ടാതിരിക്കുമ്പം പാരന്റ്സ് ഐപാഡ് കൊടുക്കും. അങ്ങനത്തെ പിള്ളേർ.
സ്പോയിൽഡ് ബ്രാറ്റ്. ഓ, താങ്കളൊക്കെ അപ്പോൾ എങ്ങനെയാണ് വളർന്നത്? ചളിയിലും മണ്ണിലും കളിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. എന്റെ ഫാൻസ് ആയിട്ട് ഇതെന്താന്നറിയോ? വീറ്റല്ലേ? വീറ്റോ? നേരെ നോക്കൂ, എന്നിട്ട് പറയൂ. സെസമി അല്ലേ? അതെന്ത്? അറിയാൻ പാടില്ല. നീ ഒന്ന് എടുത്തോ, പൊട്ടിച്ചോ, ഒരു ചെറിയ, എന്നിട്ട് വീട്ടിൽ പോയി ചോദിക്കാം അതെന്താന്ന്. സെസമി അല്ല? അല്ല. ആ, അവിടെ വെക്ക്, തിന്നാൻ പറ്റുമോ? അവിടെ വെക്ക്, നമുക്ക് വീട്ടിൽ പോയി ചോദിക്കാം. അമ്മമ്മേനോട് അങ്ങനെ ചോദിക്കാം. എന്ത് അസ്തറ്റിക് പൂവെന്ന് വെച്ചൊരു അസ്തറ്റിക് പൂ എവിടെയാ വെച്ചിട്ടുണ്ട്? ഓക്കെ, കൊണ്ടോ. ഇതാണ് നിന്റെ അസ്തറ്റിക് പൂ. ഓക്കെ, അമ്മച്ചിയെ പോയി. അസ്തറ്റിക്കായി. ഓക്കെ ഗായ്സ്, എന്ത്? എന്ത്? അവര് എന്തെങ്കിലും ചെയ്താൽ ഞാൻ എല്ലാത്തിനും അടിച്ചിടാം. എങ്ങനെ? 2 സ്റ്റെപ്പ് കാണിക്കൂ കരാട്ടെ. ഇത് കണ്ട ചക്ക നിന്നെ എടുത്ത് കിണറ്റിലിടും. 2 മറ്റേ കാല് പൊക്കിയിട്ടുള്ള സ്റ്റെപ്പില്ലേ ഫുള്ള്? എന്നാലും ഒന്ന് ഇങ്ങോട്ടേക്ക്. ഓ, സ്ലേ. അയ്യോ, എന്തിനെ കണ്ടിട്ട് എക്സ്പ്രഷൻ വാരി വിതറുന്നേ? താറാവല്ല, താറാവ് കുട്ടികള്. പക്ഷേ ക്യാമറ ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല, നേരത്തെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഓടിയപ്പോ പുറകെ വന്ന് ഓടി. അങ്ങോട്ടല്ല ഇങ്ങോട്ട്, വഴി മാറിപ്പോയി. എന്താ വേണ്ടേ? നീന്തണോ? എങ്ങോട്ടേക്കാ നീന്തണ്ടേ? എങ്ങോട്ട്? ഓ, ഇത് കിടന്ന് അങ്ങ്. ആ, ഓക്കെ, സെറ്റ്. അമ്മ പ്രോ സ്വിമ്മർ, ഞാൻ അവിടെ വരെ എത്തും. ഓക്കെടാ. ഇതും കൂടെ എന്റെ തലയെടുത്ത് വെച്ചാലോ? എന്തെല്ലാം തലയിലെടുത്ത് വെച്ചല്ലേ? വാ, എന്ത് രസം കാണാൻ. ഇനി ഇത് എവിടെയാ വെക്കണ്ടേ? ഈ തല കാട്ടുജാതിയാണോ? അല്ലല്ല, അതൊക്കെ പൊട്ടി ഫുള്ള് തലയിൽ വേണം. അസ്തറ്റിക് തന്നെ, അസത്തായി. സൻ കിസ് ചെയ്യുന്നത് കാണുന്നില്ല. ഞാൻ തിരിഞ്ഞു വരാം, അവിടെ തന്നെ നിന്നോളൂ. ഓ, ക്യൂട്ട്. ആ മുടി കുറച്ചുകൂടി ഇതൊക്കെ അസ്തറ്റിക് പൂ കാണുവേനു. ഓ, ക്യൂട്ട്. ആഹാ, ഇപ്പൊ അത് പുല്ലായ. കുറച്ച് മുന്നേ അസ്തറ്റിക്. ഇനി നമ്മളെങ്ങോട്ടാ പോന്നെ? അറിയില്ല, ഏതെങ്കിലും അസ്തറ്റിക് സ്ഥലത്തോട്ട് പോവാം. ഇതേപോലെ എങ്ങോട്ടാ പോണ്ടേ?
അപ്പം നമുക്കൊരു ഐഡിയ കിട്ടി, ഒരു അസ്തറ്റിക് ഐഡിയ ആണ് ഫ്ലവർ പിക്കിങ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അടുത്ത ലൊക്കേഷനത്തെ ക്യൂട്ട് ഫ്ലവേഴ്സ്, വെറൈറ്റി കളേഴ്സ് അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് ഒരു ബഞ്ചാക്കി ഫോട്ടോ ഇടും ഗൈസ്. അയ്യോ എന്തിന് ഇപ്പൊ മനസ്സിലായ എന്താണെന്ന്? ഇറക്കടേ, ഒന്നും ഉണ്ടാവില്ല.